ഉമ്മറിനെ സാധാരണ അതിൽ ഞാൻ കണ്ടിരുന്നു. ആ ഉമ്മറല്ല പിന്നെ കണ്ടത്. പൂർവികമായിട്ട് ഞാൻ വലിയ പരിചയമാണ്, ഉപ്പനൊക്കെ ആയിട്ട് നല്ല പരിചയമുള്ള. അപ്പൊ ഇങ്ങനൊരു ഭാവനയാണ് മനസ്സിൽ കിടക്കണമെന്ന് ഞാൻ അറിയില്ല. ഇന്നുള്ളത് ചരിത്ര പ്രസിദ്ധമായൊരു ക്ഷേത്രത്തിലാട്ടോ. ആ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും ചരിത്രങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. എന്താണ് പേര്? ഉമ്മർക്ക. നമ്മൾ മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്താണ് പേര്? രാധാകൃഷ്ണൻ. ഇവരൊക്കെ ഒരു സൗഹൃദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാലാണ് കാണാൻ വേണ്ടി പറ്റുള്ളൂ. പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള കരിങ്കൽ പതിക്കലും അതുപോലെ 1700 സ്ക്വയർ ഫീറ്റ് വിശ്രമ ഇരിപ്പിട സ്ഥാപിക്കലും അബ്ബാസ് പുതുപ്പറമ്പിൽ, ഹംസക്കുട്ടി ചെറുപറമ്പിൽ അല്ലേ, ഇവരൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ മതസൗഹാർദ്ദത്തിന് പ്രത്യേക ഒരു ഇടം തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? അടുത്ത സുഹൃത്തുക്കളാണ് രണ്ടുപേരും. ഇവിടെ മാമാങ്കോത്സവം നടന്നിരുന്ന പ്രദേശമാണ്. നവാമുകുന്ദ ക്ഷേത്രത്തിലെ നാവാമുകുന്ദന്റെ ക്ഷേത്ര സന്നിധിയിലായിരുന്നു മാമാങ്കം നടന്നിരുന്നത്. ആദ്യകാലത്ത് മാമാങ്കത്തിന് അറബികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വരുമായിരുന്നു. പിന്നീട് ഈ ക്ഷേത്രം സാമൂതിരിയുടെ കൈവശം വരികയും സാമൂതിരി ഈ ക്ഷേത്രം ഏറ്റെടുക്കുകയും ചെയ്ത ശേഷം മാമാങ്കത്തിൽ മുഖ്യ സ്ഥാനം വഹിച്ചിരുന്നത് ഷാബന്തർ കോഴയായിരുന്നു. അങ്ങനെ അന്നു മുതൽ ഇന്ന് വരെ ഈ ക്ഷേത്രവും ഈ നാടും ഒരു മതസൗഹാർദ്ദത്തിന്റെ മാതൃകാ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ രാഷ്ട്രപിതാവിന്റെ മഹാത്മജിയുടെ ചിതാഭസ്മം 1948 ഫെബ്രുവരി മാസം 12 തിരുനാവായ കൊണ്ടുവന്ന് ഒഴുക്കിയത്. തുടർന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയും തുടങ്ങി പ്രമുഖ നേതാക്കന്മാരുടെ ഒക്കെ ചിതാഭസ്മം ഈ പ്രദേശത്ത് ഒഴുക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ആല് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു ചെറിയൊരു വീട് പോലെ അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്താണ് സംഭവം ശരിക്കും? ഇത് പഴുക്കാമണ്ഡപം. പഴുക്കാമണ്ഡപം എന്ന് പറഞ്ഞാൽ മാമാങ്കവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പഴയകാല കെട്ടിടമാണ്. ഇതാദ്യം സമ്പൂർണ്ണമായി ചെങ്കൽ തന്നെ, ഇപ്പോഴും ചെങ്കല്ല. ഞാൻ ഈ അടുത്ത കാലത്ത് നമുക്കത് വൈറ്റ് വാഷ് ചെയ്യേണ്ടി വന്നത് സുരക്ഷത്തിന്റെ ഭാഗമായിട്ട് ചില നിർമ്മിതികൾ നടത്തേണ്ടി വന്നാലും പോലും ആ കെട്ടിടത്തിന്റെ സ്ട്രക്ചറിനോ അത് മറ്റു യാതൊരു കാര്യങ്ങളും ഇന്ന് വരെ മാറ്റില്ല. ഇതിന് 4 ജനവാതിലുകൾ കാണാൻ കഴിയും ഇതിനുള്ളിൽ. പക്ഷെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് ക്ഷേത്രത്തിനകത്താണെന്ന് തോന്നുന്നു. പക്ഷെ പുറത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ക്ഷേത്രത്തിന്റെ പുറത്താണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു ഐതിഹ്യമുണ്ട്. ഈ ഒരു പറയാത്ത സംഭവമുണ്ട്. ഈ കാണുന്ന ആലിന്റെ ഇല തിരിച്ചോ മറിച്ചോ, തിരിച്ചാണോ മറിച്ചാണോ എന്നുള്ള അടിഭാഗം രണ്ടു ഭാഗം ഒരേമാതിരി തോന്നിക്കാം. അപ്പോൾ തന്നെ പഴുക്കാൻ മണ്ഡപം അകത്താണോ പുറത്താണോ ഇത് രണ്ടും ഇന്നലെ കണ്ടെത്തിയില്ല എന്നുള്ളതാണ്. അത്രയും തച്ചുശാസ്ത്ര വിധി പ്രകാരമാണ് ആ ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് പടിഞ്ഞാട്ടേക്ക് ഒഴുകുന്ന പുഴയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ കിഴക്കോട്ടേക്കാണ് വെള്ളം തോന്നായിട്ട് തോന്നിക്കും. പടിഞ്ഞാട്ടേക്കാണ് വെള്ളം പോകേണ്ടത്. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ പടിഞ്ഞാട്ട് കിഴക്കോട്ടാണ് ഒഴുകുന്നത് വിചാരിക്കും. അത് ഈ ഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയാണ്. ഇതിനൊരു പ്രത്യേകത, ഈ 4 ഏരിയ കണ്ടു കഴിഞ്ഞാൽ തിരുനാവായിലേക്ക് ലോകത്താദ്യമായിട്ട് ടാക്സ് അടച്ചല്ലാതെ പ്രവേശിക്കാൻ പാടുണ്ടായിരുന്നില്ല. വേറെ രാഷ്ട്രീയങ്ങൾ ഉണ്ടായിരുന്നില്ല. തിരുനാവായിക്ക് ആദ്യം നെടിയൊരു പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്ന തിരുവിതാംകൂർ രാജവംശത്തിന്റെ അപ്പുറത്തേക്കുള്ള ഭാഗം തിരുനാവായിക്ക് വരുമ്പോൾ എടപ്പാളിനടുത്ത് കാലടിയിൽ ചുങ്കം എന്ന് പറയുന്ന സ്ഥലം, അവിടെ ടാക്സ് അടക്കണം. അവിടുന്ന് പാലക്കാട് പേർസന്നൂരിൽ നിന്നും അതുപോലെ തന്നെ പുന്നശ്ശേരിയിൽ നിന്നും പാലക്കാട് കൊല്ലങ്കോട് വരെയുള്ള രാജവംശത്തിൽ നിന്ന് ഇങ്ങോട്ട് ആളുകൾ വരികയാണെങ്കിൽ അവർ കാർത്തലയിൽ ചുങ്കണ്ട്, അവിടെ ടാക്സ് അടക്കണം. പിന്നെ വള്ളുവനാടി എന്ന് പറയുന്ന വളാഞ്ചേരിക്ക് അപ്പുറത്തുള്ള ഏത് പ്രദേശത്ത് നിന്ന് വരുന്നവരും വെട്ടിച്ചിറയിൽ ചുങ്ക അടക്കണം. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന മുഴുവൻ രാജാക്കന്മാരും അവരുടെ രാജ്യങ്ങളും കച്ചവടക്കാരും പോത്തന്നൂരിൽ ചുങ്ക അടക്കണം. അതുപോലെ തന്നെ പരപ്പനങ്ങാട് ഭാഗത്ത് കടൽ ഭാഗത്ത് നിന്ന് വരുന്ന മുഴുവൻ ആളുകളും താനാളൂരിൽ ചുങ്ക അടക്കണം. ഇങ്ങനെ 5 ചുങ്കങ്ങൾ അടച്ചെങ്കിൽ മാത്രമേ ഈ പ്രദേശത്തേക്ക് വരാൻ പറ്റുള്ളൂ. ഇന്ന് മാത്രമാണ് ചുങ്കം എന്ന് പറയുന്ന സംവിധാനം നമ്മൾ അറിയുന്നുള്ളൂ. നൂറ്റാണ്ട് വെക്കുമ്പോൾ ചുങ്കമുണ്ട്. ഇത് എല്ലാ രേഖകളും കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത, അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. തിരുനാവാ എന്നാണ്. തിരുനാവാ എന്ന് പറഞ്ഞാൽ തിരു ബഹുമാനിക്കപ്പെടുന്ന, നാവ തുറമുഖം, അത് ശാസ്ത്രീയമായ പേരാണ്. നൗക കപ്പൽ എന്ന് പറയും. എന്നതുപോലെ ഇവിടെ തിരുനാവായ്ക്ക് മറ്റൊരു പ്രത്യേകത, ഈ നവാമുകുന്ദ ക്ഷേത്രത്തിലുള്ള പ്രതിഷ്ഠ നവാമുകുന്ദൻ്റെതാണ്. അഥവാ 9 പ്രതിഷ്ഠകൾ വെച്ച ശേഷം 8 പ്രതിഷ്ഠകളും ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോയപ്പോൾ 9ാമത്തെ പ്രതിഷ്ഠ വെച്ചു. ആ പ്രതിഷ്ഠയുടെ 9 എന്നുള്ള നവം എന്നത് കൊണ്ടാണ് നവ തിരുനാവ എന്നൊക്കെയുള്ള പേര് വരാനുണ്ടായ കാരണം. അതിനാൽ ഈ പുഴ കാക്കുന്ന ദൈവം കൂടിയാണ് ഇവിടുത്തെ
നവാമുകുന്ദൻ. അതിലൊരു പ്രത്യേകത വേറെയുണ്ട്. ഇവിടെ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അന്ന് 2 കർമ്മങ്ങൾ നിത്യം ചെയ്യാമെന്ന് വാക്കൊടുത്തു. ഒന്ന് താമരപ്പൂ കൊണ്ടുള്ള മാലയും മറ്റൊന്ന് പാൽപായസ നിവേദ്യവുമാണ്. അതിൽ ഈ താമരപ്പൂവിന്റെ മാലയ്ക്ക് പ്രത്യേകത ഇവിടുത്തെ 95% താമര പുഷ്പങ്ങൾ ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളും അത് ചാർത്തുന്ന ഹിന്ദുക്കളുമുള്ള അത് ഒരു പ്രത്യേകത, കുറച്ച് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അത് മറ്റിടങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂർ ഗുരുവായൂർ അമ്പലത്തിൽ തുലാഭാരത്തിന് വന്നപ്പോൾ തിരുനാവായ താമരപ്പൂക്കളാണ് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ വെയിറ്റ് പാകാക്കിയത്. തിരുനാവായെന്നാണ് കൊണ്ടുപോയിട്ടാണ് തിലാഭാരം തൂക്കിയത് ഗുരുവായൂർ. അപ്പൊ ഈ പ്രദേശത്ത് ഒരു പ്രത്യേകത, ഇവിടുത്തെ മണ്ണിന് മുഴുവൻ ഒരു ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമുണ്ട്. ഇവിടുത്തെ കഴിഞ്ഞ ദിവസം ഉത്സവമായിരുന്നു, കഴിഞ്ഞ വിഷുവിന്റെ 14 ദിവസം. ഈ 14 ദിവസം ഇവിടെ ഒരു നേരെങ്കിലും മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കാൻ നേരം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഒരു പ്രത്യേക ദിവസം 8-ാം തീയതി 8-ാം വിളക്ക് ദിവസം സമൂഹ സദ്യ. എല്ലാവർക്കും ഞാനടക്കം 4-5 ദിവസം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇത് കാരണം ഇവിടെ നമ്മളത് നോക്കിയിട്ടല്ല. ഇവിടെ പിന്നെ ആര് വന്നു കഴിഞ്ഞാലും പുറത്തുനിന്ന് അതിഥി വന്നു കഴിഞ്ഞാൽ ഇവിടെ ജാതിയോ പേരോ മതമൊന്നും ചോദിക്കാതെ തന്നെ ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, താമസ സൗകര്യം എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ മാനേജറിന്റെ ഒരു പ്രത്യേകത അതാണ്. കാരണം മാനേജറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പൊതു സ്ഥാപനം എന്ന നിലക്ക് എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളാൻ ഈ സ്ഥാപനത്തിന് കഴിയുന്നുണ്ട്. ഇവിടുത്തെ ഓരോ ജീവനക്കാരും ഇവിടുത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഒരു പ്രതീകമാണ്. കാലത്ത് തന്നെ ഇത്ര അടിയന്നെ വഴിയുള്ളൂ. ഇങ്ങനെ ചെറിയ വഴിയാണ്. സിനിമകളിലും പടിഞ്ഞാറേ നടയിലേക്കുള്ള വഴിയാണ്. ഇതിപ്പോ അസ്ഥി ഒഴുക്കണ സ്ഥലത്തേക്ക് പോണ വഴിയാണ് അസ്ഥി ഒഴുക്കണത്. നമ്മുടെ തിരുനാവായ അസ്ഥി ഒഴുക്കാൻ ആൾക്കാർ വരുന്നതിന്റെ ഇവിടെ ഇങ്ങനെ കൊണ്ട് ഒഴുക്കണ വഴിയാണ്. ഇവർക്ക് കാലം കുറെ പഴക്കങ്ങൾ തന്നെ. ആ ക്ഷേത്ര സംബന്ധം അത്രയും കാലത്തുള്ള അതെ, അത് 6000 യുഗങ്ങൾക്ക് മുന്നേ ഇത് വഴി ഉണ്ട്. ഇത് ഊട്ടുപരാന്ന് പറയാ. ഊട്ടുപരയിലേക്ക് ഇങ്ങനെ പുരയുള്ള ആൾക്കാർ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. പിന്നെ നമ്മളെ എന്താണ് ഇത് ഇങ്ങനെ താന്ന് കിടക്കണം. അതെല്ലാം അത്ര ഹൈറ്റുള്ളൂ. എല്ലാവരും താന്ന് കിടക്കാൻ തല മുട്ടും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് അതായത് നമ്മൾ വണങ്ങി ഒന്ന് താന്നിട്ട് വേണം നമ്മളെപ്പോഴും അങ്ങോട്ട് കടക്കാന്നാണ് അതിന്റെ കണക്ക്. കടക്കാൻ പാടൂന്നാണ് അതിന്റെ ഇത് പറയണത്. ദേവന്റെ മുന്നിൽ മുട്ടുന്ന അമ്പലത്തിന് ഉള്ളിൽ മുട്ടാം, എല്ലാവർക്കും അവകാശം ഉണ്ടാവില്ല. അതാണ് പ്രധാനപ്പെട്ട ആണ്. ശങ്കരന്മാരാർന്ന് പറയാ. ഒരു എത്ര സോപാന സംഗീതത്തിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ശങ്കരന്മാരാർ തിരുനാവായ. നമ്മളെ അയൽവാസിയാണ്. നമുക്കത് പ്രധാനപ്പെട്ട മാരാരും വരിപ്പോ. ഇതാണ് ആനപ്പള്ള മതിൽ എന്നാ പറയാ. അതെ, ഇതിങ്ങനെ വിടർന്നിട്ടാണ് ഈ ഭാഗം. പിന്നെ തേക്കാത്ത ഒരു മതിലാണ്. പേര് ശങ്കരന്മാരാര് തിരുനാവായ. ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിരുന്നു. എന്തൊക്കെ അവാർഡുകളാണ്? അവാർഡ് വെച്ചാൽ ആദ്യമായിട്ട് കിട്ടിയത് ഇപ്പം മുഖം നോക്കാണ്ട് പറയാം, ഈ റീ എക്കോന്റെ ആദ്യത്തെ ഒരു പുരസ്കാരം. ഇവരാണ് ഉമ്മറാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വരണം എന്ന് പറഞ്ഞ് എന്നെ കൂട്ടി കൊണ്ടുപോയത്. ഓ തീർച്ചയായിട്ടും ഇപ്പോഴും അത് എൻ്റെ അടുത്ത് കയ്യിലുണ്ട്. ഇന്നിപ്പോ സത്യത്തിൽ പറഞ്ഞാല് ആ ഷെൽഫ് സ്ഥലം ചെടി. അപ്പൊ അത് പ്രത്യേകം വെച്ചാൽ അമ്പലത്തകത്തിരിക്കുന്ന ഒരു കലാകാരനെ പൊതുസമൂഹത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അവിടെ ജാതിയോ മതമൊന്നും ബാധകമായില്ല. ഇന്നും അദ്ദേഹം ഞങ്ങളിപ്പോൾ എനിക്ക് എൻ്റെ പാറ്റും അപ്പോൾ ഇപ്പം ഞങ്ങൾ സംസാരിച്ചിരുന്നത് വേറെ മാഷിട്ട് അതൊക്കെ ഇവർ മൂപ്പള കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കപ്പെടും. അവിടെ ജാതിയോ മതമൊന്നും ആ ശ്രദ്ധിക്കാറില്ല. മൂപ്പള തിരിച്ചും സംസാരിക്കാറില്ല അത്തരം കാര്യങ്ങളൊന്നും. അതാണ് ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു പ്രത്യേകത. ഇവിടുത്തെ അമ്പലത്തിൽ ഓരോ ജീവനക്കാരും ഓരോ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളും ഒരു പ്രത്യേകിച്ച് ഒരു കാഴ്ചപ്പാടുകളും ഇടപെട്ട് സംസാരിക്കാനില്ല എന്നുള്ളത്. ക്ഷേത്രത്തിൽ പൂജക്കൊട്ട് എന്ന് പറഞ്ഞാൽ പൂജാതി കർമ്മങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഇടയ്ക്ക അങ്ങനൊരു വാദ്യമുണ്ട്. ആ വാദ്യം കൊട്ടിപ്പാടി സേവ. അപ്പോൾ അത് കൊട്ടിപ്പാടിയിട്ട് വേണം ദേവനെ ഉണർത്താനും ഉറക്കാനും. അത് പ്രധാന ഒരു ഐറ്റാണ്. അത് മാരാർ സമുദായങ്ങൾക്ക് മാത്രമേ അത് പരിപാടിയായിട്ട് കിട്ടി. ഉമ്മർക്കനെ വിളിക്കാനുള്ള പേര് പറയാനുള്ള കാരണം അദ്ദേഹം ഇതിനു വേണ്ടി കുറേ പ്രയത്നിച്ചിരിക്കുന്നു. ഇത് ഒരു മാറി ഇതിൻ്റെ രേഖകളും കാര്യങ്ങളും മറിച്ചൊക്കെ എവിടെയൊക്കെ തപ്പിത്തടഞ്ഞ് പിടിച്ച് അതൊരു മാമാങ്കം എന്ന് ആക്കി തീർത്ത ആളാണ്. അദ്ദേഹം ഇവിടെ നിക്കച്ചലം തുറന്നു പറയാന്നുള്ള ഒരു മുഖസ്ഥിതിയല്ല. ഇത്രയും ഒരു കഴിവ് ഇതിനു വേണ്ടി പ്രയത്നിച്ച ഒരാളുണ്ടാവില്ല. അതുണ്ട്. അല്ലല്ല അത് ഞാൻ ആദ്യം പറഞ്ഞത്.
അത് ഞാൻ പറയില്ല. ഉമ്മറിനെ സാധാരണ അതിൽ ഞാൻ കണ്ടിരുന്നു, ആ ഉമ്മറല്ല പിന്നെ കണ്ടത്. അതാണ് വ്യത്യാസം വന്നത്. ചരിത്രം ഇവരെ പൂർവികന്മാരെ ഞാൻ വലിയ പരിചയമാണ്, ഉപ്പനൊക്കെ ആയിട്ട് നല്ല പരിചയമുള്ള. അപ്പൊ ഇങ്ങനൊരു ഒരു ഭാവനയാണ് മനസ്സിൽ കിടക്കണത് ഞാൻ അറിയില്ല അന്ന്. ഇപ്പോഴാ ശരിക്കും ഇപ്പൊ ഇവിടെ ഒരു ഭക്തിഗാനം ചൊല്ലിയല്ലോ, അപ്പൊ ആ ഒരു സമയത്ത് അതിന്റെ എടുക്കാൻ പറ്റിയോ? ഞാൻ എടുത്തില്ല. എടുക്കാൻ പറ്റിയോ? അപ്പൊ അതെന്താ വെച്ചാൽ അതിനെ പറ്റി നല്ല ജ്ഞാനുണ്ട്. അതെ, അതൊരു പ്രത്യേക കഴിവാണ്, എല്ലാവർക്കും കിട്ടിക്കോളുന്നില്ല. അല്ല തുറന്നു പറയാം, ഒരു നമുക്ക് അതേപോലെ മുസ്തി പറയില്ലെന്നുണ്ട്. മറ്റിപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് അവിടെ അറിയാം ഇവിടെ അറിയാം, അപ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ പിടിച്ച് പിന്നെ ഞങ്ങളെ ഇത് പുസ്തകം വായിച്ചിട്ടില്ല. പിന്നെ ഞാൻ ചിലർ ഒന്ന് അവിടെ ഇത് പറ്റി ചരിത്രം പറഞ്ഞു കൊടുത്താൽ ഞാൻ എനിക്ക് മുഴുവൻ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഓർമ്മ നിൽക്കില്ല, കൃഷ്ണേട്ടനും പറയും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മ നിൽക്കില്ല, ഓർമ്മ നിൽക്കായാണ്. മറ്റേ ഇതില്ല കുറേയൊക്കെ നമ്മൾ ഇതൊക്കെ ഇതൊരു സ്മാരകമാണ് നമ്മുടെ ഈ വീട്. എത്ര കൊല്ലം ഇതിനെ പോയി കണ്ടാൽ ഇത് കണ്ടാൽ എനിക്ക് ഒരു 135 വർഷം. 135 കുറച്ചും കൂടി അങ്ങനെ മേപ്പെട്ടേ പോകുള്ളൂ, കുറയില്ല. ഒരു 175 ആൾ കൂട്ടിക്കൊള്ളില്ല. മണ്ണുപടുത്താണ് അന്ന് താമസിക്കുന്നതാണ് ഞാൻ ഇവിടെ. ഇപ്പോഴും ഞാൻ ആ സ്ഥലം വിൽക്കൂല്ല കൊടുക്കൂല്ല, അങ്ങനെ രക്ഷിക്കാം. സ്മാരകം പോലെ ഒരു വാവിന് മിനിമം 50,000-ലധികം ആൾക്കാരുണ്ടാവും. അങ്ങനെ 4 വാവുണ്ടാവും. ഈ 4 വാവിന്റെ ദിവസം ഈ കർക്കിടക പോലുള്ള വാവിന് അത് നിറഞ്ഞു ഒഴുകണ വെള്ളം. ഈ സമയത്തും അല്ലാത്ത സമയത്ത് അമ്പലത്തിൽ ആളുടെ സമയത്തും ഓവറാവുന്ന സമയത്തും ഇപ്പോൾ തഞ്ഞിസം ഇതുണ്ടായിരുന്നു, ആറാട്ടുണ്ടായിരുന്നു, ദേവൻ്റെ ആറാട്ട്. ഈ സമയത്തൊക്കെ യാവട്ടി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാരുടെ സാന്നിധ്യം അമ്പലത്തിനടുത്തുണ്ടാവും. അവർക്ക് നിശ്ചിത ഗിഫ്റ്റും അമ്പലം കൊടുക്കും. ഇപ്പൊ ഈ യാവട്ടിന് അമ്പലം ആദരിച്ചു, ഇവിടുത്തെ ആദരിച്ചു ദേവസ്വം. എന്തിനാറിയോ? യാവട്ടി മുസ്ലിംസാണ്. അവൻ്റെ പ്രത്യേകത എന്താണ്? അമ്പലത്തിൽ വരുന്ന ആളുകൾ മരണപ്പെടാതിരിക്കാൻ വേണ്ടി അവരെ സുരക്ഷ ഏറ്റെടുക്കുന്നതിന് വരില്ല. അതാണ് നേരത്തെ പറഞ്ഞ തിരുനാവായിക്കൊണ്ട് ഒരു മറ്റൊരു മുഖം. ഇതാണ് പ്രത്യേകത തന്നെയാണ്. ഏതാനും പിഴ ഞാനറിഞ്ഞും അറിയാതെ കണ്ടു ചെയ്തെങ്കിലും മാതാവാകിയ നീ ഒഴിച്ചു പൊറുപ്പാൻ മറ്റാരുമില്ലാശ്രയം. കാതോളം വിലസും ആതോളം വിലസും പിടാഷ്ടമേതും വന്നിടു നിനക്കോ തിരുമാന്താം കുന്നിൽ മേവും ശിവേ. ഇപ്പോൾ നമ്മുടെ മാരാർ പാടിയിട്ടുള്ള ഈ ഒരു ഭക്തിഗാനത്തിൻ്റെ അർത്ഥം നമ്മുടെ ഉമ്മർക്ക് എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടോ. അതായത് നമ്മുടെ മാരാറിന് പറഞ്ഞു ഇത്രയും അറിവുള്ള വേറൊരാളെ ഞാൻ അധികം കണ്ടിട്ടില്ല എന്നത്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയത് ഇത്രയും എന്താ പറയുക അന്യമതസ്ഥയിലുള്ള ഒരാൾ ഈ ഒരു ഭക്തിഗാനത്തിൻ്റെ അർത്ഥമൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. സത്യത്തിൽ ഞാനിവിടെ വന്നിട്ടുള്ളത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവരുടെ ഒരു സൗഹാർദ്ദം കണ്ടപ്പോൾ ശരിക്കും എൻ്റെ മനസ്സ് നിറഞ്ഞു പോയിട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രശ്നങ്ങളും അത് ഇതൊക്കെ ഉള്ള ഈ ഒരു സമയത്ത് നമുക്ക് ഇതൊരു നല്ല മെസ്സേജ് ആയിട്ട് കാണാം. ഈ ഒരു വീഡിയോ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ പഴയ ആ ഒരു സൗഹാർദ്ദം തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.